ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. സ്നേഹം നിറഞ്ഞവരെ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണകളെ സംബന്ധിച്ച്, ദിക്റുകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾക്ക് വേണ്ടി പലപ്പോഴും പരമാവധി ശ്രമിക്കാറുമുണ്ട്. ഏതൊരു ആരാധനകളും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കാതെ, അള്ളാഹുവിൻ്റെ വാക്കുകളെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാതെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്ന കുറേ ആൾക്കാർ, അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ അവരെ പിടികൂടുന്നത് പിശാചാണ്. പിശാച്, ശൈത്താൻ അവർക്ക് കൂട്ടാളികളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. കപട വിശ്വാസികൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ വളരെ കുറച്ചായിരിക്കും, കുറച്ചല്ലാതെ അള്ളാഹിനെ ഓർക്കൂല എന്നാണ്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നു. അദ്ദാക്കിറൂന വദ്ദാക്കിറാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആയത്തുകൾ കുറേ കാണാം. ധാരാളം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ, അവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. റബ്ബ് പറയുന്നു, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ, പരമകാരുണികൻ്റെ ഉത്ബോധനത്തെ തൊട്ട് തെന്നിമാറി, അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി ആര് ജീവിക്കുന്നുവോ. ഇവിടെ ദിക്റുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇതിൽപ്പെട്ടതാണ്. ഖുർആനെ സംബന്ധിച്ച് ഒരു പഠനവുമില്ല, പാരായണവുമില്ല, ഖുർആനിലെ കൽപ്പനകളെ സംബന്ധിച്ച് ബോധമില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നുഖയ്യിദ് ലഹു ശൈത്താന, റബ്ബ് പറയുന്നു, നാം അവൻക്കൊരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, ആ പിശാച് അവന് കൂട്ടാളിയായി തീരുകയും ചെയ്യുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഏറ്റവും നല്ല റബ്ബിനെ സ്മരിക്കുന്ന ദൈവസ്മരണ ഉള്ള ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.